പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയായ അമ്മു സജീവ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ആരോഗ്യ സർവകലാശാല ആരംഭിച്ചു. ആരോഗ്യ സർവകലാശാല PC ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഇന്ന് വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിലാണ് PC ഇന്ന് പോത്തൻകോട്ടുള്ള അമ്മുവിൻ്റെ വീട്ടിലെത്തുന്നത്. രക്ഷിതാക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. കോളേജിന്റെ വിശദീകരണം കൂടി ലഭിച്ച ശേഷമാകും PC മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുക. ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശാലിനി, എങ്ങനെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പലപ്പോഴും അന്വേഷണം പ്രഖ്യാപിക്കുന്ന നമ്മളൊരു വിഷയം ആരോഗ്യരംഗത്ത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആദ്യം തന്നെ ആരോഗ്യമന്ത്രി വന്നിട്ട് അന്വേഷിക്കാൻ പരിഗണിക്കാം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പക്ഷേ ഈ വിഷയം അങ്ങനെ വിടാൻ കഴിയുന്ന ഒന്നല്ല. ഇന്നിപ്പോൾ PC വീട്ടിലെത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും അദ്ദേഹത്തിന് ചോദിച്ചറിയാനുണ്ട്, അല്ലെങ്കിൽ ചോദിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടതുണ്ട്, വിവരങ്ങൾ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്? ശാലിനി. വീണ, കനത്ത പ്രതിരോധം ഒപ്പം തന്നെ പ്രതിഷേധം ഒക്കെ ശക്തമായ സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി ഇത്തരത്തിലൊരു അന്വേഷണത്തിന് ഇന്നലെ ഉച്ചയോടുകൂടി ഉത്തരവിട്ടത്. ആരോഗ്യ സർവകലാശാലയോടാണ് അന്വേഷണം നടത്തിയതിൽ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആരോഗ്യ സർവകലാശാല VC കൂടിയായിട്ടുള്ള മോഹൻ കുന്നുമേൽ ഇന്ന് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അമ്മു സജീവിന്റെ വീട്ടിലെത്തി രക്ഷിതാക്കളുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും റിപ്പോർട്ട് തയ്യാറാക്കുക. ആ റിപ്പോർട്ടിൽ അവർക്കുള്ള ആശങ്കകൾ ഒപ്പം തന്നെ അവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇതടക്കമുള്ള കാര്യങ്ങൾ VC ചോദിച്ചറിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ VCയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് രാവിലെ 10-ഓടുകൂടി കുടുംബത്തെ കാണും എന്നുള്ളതാണ്. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച എന്നുള്ളതാണ്. തുടർച്ചയായി തന്നെ കുടുംബം ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്. മകൾ സ്വമേധയാ അത്തരത്തിലൊരു ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലൊരു മരണത്തെ പറ്റിയോ ചിന്തിക്കില്ല. പകരം ആ പെൺകുട്ടിയെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന്, ഹോസ്റ്റലിന്റെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. ചില കുട്ടികളുമായി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ടൂർ ഓപ്പറേറ്ററായി ടൂറിന്റെ ചുമതലകൾ അടക്കം ഈ അമ്മു സജീവിന് നൽകിയതിൽ ചില പ്രശ്നങ്ങൾ ഈ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുമായി ഉണ്ടായിരുന്നു. ഇതിലടക്കം ഉള്ള ആരോപണങ്ങൾ ഒപ്പം തന്നെ ആ കുടുംബത്തിനുള്ള ആശങ്കകളൊക്കെ തന്നെ ഇന്ന് VCയുമായി ഇവർ പങ്കുവെക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലും മാനസിക പ്രശ്നത്തിലും ഒക്കെയാണ് ഈ കുടുംബം ഉള്ളത്. കാരണം പെട്ടെന്നുള്ളൊരു ആഘാതമാണ്. നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്, പഠിക്കാൻ മിടുക്കിയ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇങ്ങനെ പെട്ടെന്നൊരു ആവേശത്തിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു മരണത്തിലേക്ക് പറ്റി ചിന്തിക്കില്ല. അത്തരത്തിലൊരു മരണത്തിലേക്ക് ചാടില്ല എന്നുള്ളതാണ് ആ കുടുംബം വ്യക്തമാക്കുന്നത്. ആ ഒരു ആശങ്കകൾ അടക്കമുള്ള കാര്യങ്ങൾ VCയുമായി പങ്കുവയ്ക്കും. അതിനുശേഷമായിരിക്കും കോളേജ് അധികൃതരിൽ നിന്നും വിശദാംശങ്ങൾ തേടുകയും ചെയ്യും. ഇന്നലെ പോലീസിന്റെ അടക്കം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഈ കോളേജിലെത്തി അവിടുത്തെ അധ്യാപകരുടെയും ഒപ്പം തന്നെ കോളേജ് പ്രിൻസിപ്പലിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ABVP അടക്കം ശക്തമായ പ്രതിഷേധം അറിയിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ പെൺകുട്ടി ഇത്തരത്തിലൊരു സംഭവം നടന്ന് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും വീണതിന് ശേഷം ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും പത്തനംതിട്ട ജില്ലാ ആശുപത്രി അടക്കം ഇതിൽ ചില അലംഭാവം നടത്തിയിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം കുടുംബം ആദ്യം മുതൽ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇതടക്കം ഉന്നയിച്ചുകൊണ്ടാണ് ABVP ശക്തമായ പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. ഇന്നലെ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് അടക്കം നടത്തിയിരുന്നു. പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ശക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് ആരോഗ്യമന്ത്രി ഇത്തരത്തിലൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നുള്ളതാണ്. എന്തായാലും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണം ഉത്തരവിട്ടു എന്നതിനപ്പുറം അത് ഏത് രീതിയിലേക്ക് ഇനി പോകുമെന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും VC മോഹൻ കുന്നുമേൽ ആയതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹം മന്ത്രിക്ക് നൽകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന. അതിന്റെ തുടർച്ചയെന്നോണമാണ് അന്വേഷണം പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അന്വേഷണം ആരംഭിച്ച അടുത്ത ദിവസം തന്നെ ഈ ഒരു വീട്ടിലേക്ക് VC എത്തുന്നത്. വീണ. ഓക്കെ, ശരി ശാലിനി.